വിശുദ്ധ ഖുർആനിൽ സ്വർഗം അനന്തരമെടുക്കുന്ന ആളുകൾ ആരാണെന്ന് വിശദീകരിക്കുന്ന സൂറയാണ് സൂറത്തുൽ മുഅ്മിനൂൻ. അതിൻ്റെ ആദ്യ ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ആഴ്ചയിൽ അതിന് തുടക്കം കുറിച്ചിരുന്നു. ഖുർആൻ സ്വർഗം അനന്തരമെടുക്കുന്ന, ഭൂമിയിൽ ജീവിച്ച് മരിച്ചു പിരിയുമ്പോൾ സ്വർഗം അനന്തരാവകാശമായി ലഭിക്കുന്ന ആളുകളെക്കുറിച്ച് സംസാരിക്കുകയാണ്. സൂറത്തുൽ മുഅ്മിനൂനിന്റെ പാളികളിലൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. അള്ളാഹു പറയുകയാണ്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും തൗഹീദുള്ളവർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൽ പിഴവ് സംഭവിക്കാത്തവർ, ജീവിതത്തിൽ ശിർക്ക് ചെയ്യാത്തവർ വിജയിച്ചിരിക്കുന്നു. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്നിട്ട് അല്ലാഹു അവരുടെ സവിശേഷമായ ഗുണങ്ങൾ വിശദീകരിക്കുകയാണ്. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരവരുടെ നമസ്കാരത്തിൽ ഭയഭക്തിയോടുകൂടി നമസ്കരിക്കുന്നവരാണ്. ഒന്നാമത്തെ അടയാളം, സ്വർഗം അനന്തരമെടുക്കുന്ന ആളുകളുടെ ഒന്നാമത്തെ ലക്ഷണം, അടയാളം, സവിശേഷത, അവർ വളരെയധികം ഖുശൂഅോടുകൂടിയാണ് നമസ്കരിക്കുക. എന്നാൽ ആ ഖുശൂഅ് ആദ്യമായി നമ്മളുടെ കൽബിൽ നിന്ന്, ഇസ്ലാമിൻ്റെ പല കാര്യങ്ങളും നാം ചെയ്യാറുണ്ടെങ്കിലും നമ്മളുടെ കൽബിൽ ഒരിക്കലും ഖുശൂഅ് ഇല്ലാതെയാകും. അത് അല്ലാഹു നമുക്ക് നൽകുന്ന ശിക്ഷയാണ്. എത്ര നമസ്കരിച്ചിട്ടും ഒരു ഖുശൂഉം വരുന്നില്ല എങ്കിൽ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് അല്ലാഹു നമ്മെ മാരകമായി ശിക്ഷിക്കുകയാണ്. നമ്മൾ നമസ്കരിച്ചാൽ മാത്രം പോരാ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, വറുബ്ബ മുസല്ലിൻ, എത്ര നമസ്കാരക്കാരാണ് ഭൂമിയിലുള്ളത്, ലാ ഖൈറ ഫീ, ഒരു ഖൈറും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അവരുമായി ഇടപാട് നടത്തിയാൽ, അവരുമായി സംസാരിച്ചാൽ, അവരുമായി കുടുംബബന്ധം പുലർത്തിയാൽ, വിവാഹബന്ധം പുലർത്തിയാലൊക്കെ അപകടകാരികളായി മാറും. നിസ്കരിക്കും, പക്ഷെ ലാ ഖൈറ ഫീ, അവരിൽ ഒരു ഖൈറും ഉണ്ടാവില്ല. എന്നിട്ട് റസൂലുള്ളാഹി പറയാം, യൂഷിക്കു അൻ യദ്ഖുലൽ മസ്ജിദ്, പലരും പല പള്ളികളിലും കയറി നോക്കും ഭക്തിയുള്ളവനെ കാണാൻ. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ പറയാം, ഫലാ തറാ ഖാശിയൻ, ഖുശൂഉള്ള ഒരാളെപ്പോലും ഒരു പള്ളിയിൽ കയറിയാലും കാണൂല. മക്കത്തെ പള്ളിയിൽ കയറിയാലും കാണൂല, മദീനത്തെ പള്ളിയിൽ കയറിയാലും കാണൂല, ലോകത്തെവിടെയുമുള്ള പള്ളിയിൽ കയറിയാലും ഭക്തിപൂർവ്വം നമസ്കരിക്കുന്ന ആളുകളെ കാണാൻ കഴിയാതെയാവും. ഭക്തി എന്ന് പറയുന്നത് കിട്ടാക്കനിയായി മാറുകയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വിശദീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഭക്തിപൂർവ്വം നമസ്കരിക്കുന്ന ആളുകളും ഭക്തി ഇല്ലാതെ നമസ്കരിക്കുന്ന ആളുകളും, ഒരല്പം ഭക്തി കിട്ടിയവരും എന്നാൽ തീരെ ഭക്തി ലഭ്യമാകാത്തവരും ഒക്കെ പള്ളിയിലുണ്ടാവും. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു പറയാണ്, സമീഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരു പള്ളിയിൽ ആയിരക്കണക്കിന് ആളുകൾ ജുമാഅക്കും ജമാഅത്തിനും പങ്കെടുക്കും. എന്നാൽ റസൂലുള്ളാഹി പറയാണ്, ഇന്ന റജുല ലയൻസരിഫു മിൻ സലാത്തിഹി, ഒരു മനുഷ്യൻ, ആണാവട്ടെ പെണ്ണാവട്ടെ, അവർ പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോകും. ജുമാ കഴിഞ്ഞ് ജമാഅത്ത് കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോകും. എന്നാലോ ഒമാ കുത്തിബ ലഹു ഇല്ലാ ഉശ്റു സലാത്തിഹി, നമസ്കാരത്തിന്റെ പ്രതിഫലത്തിൽ 10 നേടിയവരുണ്ട്, രേഖപ്പെടുത്തിയവർ. 10 ഒരു നമസ്കാരത്തിന്റെ അള്ളാഹു നമുക്ക് നൽകുന്ന മാർക്കെങ്കിൽ അതിൽ 1 മാർക്ക് വാങ്ങുന്നവരുണ്ട്. അതുപോലെ തന്നെ വമിൻഹും തുസ്ഉഹ, അവരിൽ ചില ആളുകൾ 9-1, ചിലർക്ക് 10-1. വമിൻഹും സുമുലുഹ, വേറെ ചില ആളുകൾക്ക് 8-1. വമിൻഹും സുബൂഹ, വേറെ ചില ആളുകൾക്ക് 7-1. വമിൻഹും, വേറെ ചില ആളുകൾക്കോ സുദുസുഹ, 6-1. വമിൻഹും ഖുമുസുഹ, വേറെ ചില ആളുകൾക്ക് 5-1. വമിൻഹും റുബൂഹ, അവരിൽ ചില ആളുകൾക്ക് 4-1 കിട്ടും. വമിൻഹും സുലുസുഹ, വേറെ ചില ആളുകൾക്ക് 3-1 കിട്ടും. വമിൻഹും നിസ്ഫുഹ, വേറെ ചില ആളുകൾക്ക് 10ന്റെ പകുതി ലഭ്യമാവും. ഇതിൽ നമ്മുടെ ഓരോരുത്തരുടെയും നമസ്കാരത്തിന് എത്ര മാർക്കാണ് അള്ളാഹു നൽകിയത് എന്ന് പരിശോധിക്കുവാൻ നമുക്ക് ഇവിടുന്ന് സാധിക്കും. എനിക്ക് 10-1 അതോ പകുതിയാണോ, അതോ 9-1, 8-1, 7-1, 6-1, അതോ ഒന്നും കിട്ടിയിട്ടില്ലേ, ഒരു മാർക്കും ലഭ്യമാകാതെയാണോ സലാം വീട്ടി നമസ്കാരത്തിന് പിരിഞ്ഞ് പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോയത്? ചിന്തിക്കുക. അതുകൊണ്ട് ആദ്യത്തെ അടയാളം, സ്വർഗത്തിന്റെ അനന്തരാവകാശം എടുക്കുന്ന ആ ആളുകളുടെ ഒന്നാമത്തെ അടയാളം,
അല്ലദീനഹും ഫീ സലാത്തിഹിം ഖാശിഊൻ, ഭക്തിപൂർവ്വം നമസ്കരിക്കണം, എന്നാലേ സ്വർഗ്ഗം കിട്ടും. പിന്നെയോ രണ്ടാമത്തെ കാര്യം വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിളൂൻ, വല്ലദീനഹും അവർ അനിൽ ലഗ്വ് അനാവശ്യങ്ങളിൽ നിന്നും മുഅ്രിളൂൻ വിട്ടു നിൽക്കുന്നവരാണ്. ഒരനാവശ്യങ്ങളിലും അവരുണ്ടാവില്ല. നിസ്കരിക്കുക മാത്രമല്ല, ആ നമസ്കരിക്കുന്ന വ്യക്തിയിലുണ്ടാവേണ്ട അടുത്ത ഗുണം ഒരനാവശ്യങ്ങളിലും അവരുണ്ടാവില്ല. അനാവശ്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അനാവശ്യം ശിർക്കാണ്, അതിലവരുണ്ടാവില്ല. രണ്ടാമത്തെ അനാവശ്യം ബിദ്അത്താണ്, അതിലും അവരുണ്ടാവുകയില്ല. മൂന്നാമത്തെ അനാവശ്യം ആർഭാടമാണ്, അതിലും അവരുണ്ടാവുകയില്ല. നാലാമത്തെ അനാവശ്യം തെമ്മാടിത്തങ്ങളാണ്, അതിലും അവരുണ്ടാവുകയില്ല. അങ്ങനെ തുടർന്നുകൊണ്ട് നമ്മൾ എത്ര വേണമെങ്കിൽ നമുക്ക് വിശദീകരിക്കാം. ഒരു നിലക്കുള്ള അനാവശ്യങ്ങളിലും അവരുണ്ടാവില്ല. അതാണ് വല്ലദീനഹും അനിൽ ലഗ്വ്, ലഗ്വ് പറഞ്ഞതാണ്. ഇനി ലഗ്വുള്ള സ്ഥലത്ത് പോയാലോ, ചിലപ്പം നമ്മൾ മാത്രമല്ല ലഘുവെന്ന് വിട്ടുക്കാൻ കഴിയുള്ളൂ, പക്ഷെ നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ അല്ല പറയാ, അവര് ലഘുവുള്ള സ്ഥലത്തുകൂടെ വൈദാ മറു ബിൽ ലഘു, അനാവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളിലേക്കോ സമൂഹത്തിലേക്കോ ചെന്നാൽ മറു കിറാമ, മാന്യമായി പുറത്തേക്ക് ഇറങ്ങിപ്പോവും. അവരവിടെ ഉണ്ടാവില്ല, അതിന്റെ കൂടെ ഉണ്ടാവില്ല. പാട്ടും കച്ചേരി നടക്കുന്ന സ്ഥലത്തേക്ക് ചെന്നാൽ അവിടെ മുട്ടും വിളിയിലേക്ക് കൂടാൻ ഈ ചെറിയ ടൗസർ വിട്ട് ഇവനെ ഇറങ്ങൂല. അവനത് വല്ലാത്ത മാനസിക പിരിമുറുക്കം ഉണ്ടാക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് സ്വർഗം അനന്തരമെടുത്തിട്ട് മരിച്ചു പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിളൂൻ. ഇനിയോ വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ, അവർ വിശുദ്ധമായ അള്ളാഹു തൃപ്തിപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കുന്നവരാണ്. അതോടൊപ്പം അവരവരുടെ സമ്പത്തിന്റെ സക്കാത്ത് കൃത്യമായി നൽകുന്നവരാണ്. ഓരോ 100നും 2.5 രൂപ എന്റേതല്ല. ഒരു 100 രൂപ എന്റെ പോക്കറ്റിലുണ്ടാകുമ്പോൾ അതിൽ 2.5 രൂപ പാവപ്പെട്ടവന്റെ അവകാശമാണ്, അത് ഞാൻ മാറ്റിവെക്കും. അങ്ങനെ ജീവിക്കുന്നവരാണ്. അതാണ് വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ. ഇനിയോ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തിൽ സ്വർഗം കിട്ടണമെങ്കിലേ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയാൻ വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, ജനനേന്ദ്രിയം കാത്തു സൂക്ഷിക്കുന്നവരാണ്. ഇവിടെയാണ് 99% ആളുകളും പരാജയപ്പെടുക. ഒരു പ്രത്യേക കാലയളവിൽ പല നിലക്കുള്ള ദുർവൃത്തികളും പലതരം തോന്നിവാസങ്ങളിലൂടെയും തന്റെ ജനനേന്ദ്രിയം അവൻ സംരക്ഷിക്കാൻ കഴിയാത്ത വിധം ബുദ്ധിമുട്ടിപ്പോവും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് മൻ യൽമനു ലി മാ ബൈന ലിഹിഹി വമാ ബൈന റിജ്ലിഹി അൽമനു ലഹുൽ ജന്ന. 2 എല്ലില്ലാത്ത അവയവങ്ങൾ അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അതൊന്ന് നാവും മറ്റൊന്ന് ജനനേന്ദ്രിയവുമാണ്. 2നും എല്ലില്ല. അത് രണ്ടും നിങ്ങൾ സൂക്ഷിക്കാമെന്ന് നിങ്ങൾ എനിക്ക് ഉറപ്പ് തരികയാണെങ്കിൽ അൽമനു ലഹുൽ ജന്ന, അവർക്ക് സ്വർഗത്തിന് വേണ്ടി ഞാൻ ഉറപ്പ് നൽകുക. അവർക്ക് സ്വർഗം കിട്ടും. കാരണം തീരെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത 2 അവയവങ്ങളാണ്. ഒന്ന് നാവ്. പലതും കേട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നവരുണ്ട്, അല്ലെ? ഗീബത്ത്, പരദൂഷണം പറയുന്നവരുണ്ട്. നാവ് കൊണ്ട് പലരെയും കുറ്റപ്പെടുന്നവരുണ്ട്. ഒരാൾക്കും നന്മ കാണാത്തവരുണ്ട്. അവരുടെ നാവ് തുറന്നാൽ അവർ മറ്റുള്ളവരെ പറ്റി കുറ്റമേ പറയും. അവർക്കറിയില്ല ഈ നാവ് കൊണ്ട് ഞാൻ നരകം നേടുകയാണ്, സ്വർഗത്തിൽ നിന്ന് അകറ്റപ്പെടുകയാണെന്ന് അവൻ ചിന്തിക്കുന്നില്ല. അവനാവട്ടെ അവളാവട്ടെ, നാവ് കൊണ്ട് നരകം നേടുന്നവർ, ജനനേന്ദ്രിയം കൊണ്ട് നരകം നേടുന്നവർ, സ്വർഗത്തിൽ നിന്ന് അകറ്റപ്പെടുന്നവർ. ശ്രദ്ധിക്കുക, ഈ 2 അവയവങ്ങളും അള്ളാഹുവും അവന്റെ റസൂലും ഇഷ്ടപ്പെടും വിധം ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ സ്വർഗം ഉറപ്പാണ്. അക്ഫുൽ ജന്ന, അവർക്ക് ഞാൻ സ്വർഗത്തിന് ജാമ്യം നിൽക്കുന്ന റസൂലുള്ള ജാമ്യം ഉറപ്പ് നൽകുക. മൻ യൽമനു ലി മാ ബൈന ലിഹിഹി വമാ ബൈന റിജ്ലിഹി, 2 കാലുകൾക്കിടയിലുള്ള 2 താടിയെല്ലുകൾക്കിടയിലുള്ള നാവിനെ സൂക്ഷിക്കാമെന്ന് നിങ്ങൾ ഉറപ്പ് നൽകിയാൽ ഞാൻ അവർക്ക് വേണ്ടി സ്വർഗത്തിന് വേണ്ടി ഉറപ്പ് നൽകുകയാണ്. അത്രമാത്രം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത 2 അവയവങ്ങളാണ്. അത് നിയന്ത്രിച്ചാൽ നമുക്ക് സ്വർഗം ഉറപ്പാണ്, സ്വർഗം അനന്തരമെടുക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു തആല തുടർന്ന് പറയുകയാണ്, നിങ്ങൾ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത്ത് അയ്മാനുഹും, ഒന്നുകിൽ തന്റെ ജനനേന്ദ്രിയം ഉപയോഗപ്പെടുത്തേണ്ടത് തന്റെ ഇണകളിൽ, അല്ലെങ്കിൽ ഔമാ മലക്കത്ത് അയ്മാനുഹും, അല്ലെങ്കിൽ വലങ്കൈ ഉടമപ്പെടുത്തിയവർ. വലങ്കൈ ഉടമപ്പെടുത്തിയവർ എന്ന് പറഞ്ഞാൽ നമ്മൾ പണം കൊടുത്ത് വാങ്ങുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇസ്ലാമിൽ. അടിമക്കച്ചവടം
നിർത്താൻ വേണ്ടി ഇസ്ലാം ചെയ്ത ഏറ്റവും വലിയ ഒരു വഴിയായിരുന്നു അത്. എന്ന് പറഞ്ഞാൽ അടിമകൾ സ്ത്രീകളെ ചന്തയിൽ സൂക്കുർ റക്കേക്കിൽ അടിമ മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽക്കും സ്ത്രീകളെ. അപ്പൊ അക്കാലത്ത് പണം കൊടുത്ത് ആളുകൾ സ്ത്രീകളെ വാങ്ങും. വീട്ടുജോലി ഉപയോഗിക്കാം, അതോടൊപ്പം അവരുടെ ലൈംഗിക സംതൃപ്തിക്കും അവർ ഉപയോഗിക്കും. അങ്ങനെ ആ സ്ത്രീകൾ ഗർഭിണികളായാൽ ആ ഗർഭിണിയായ സ്ത്രീയുടെ കുട്ടികൾക്ക് അനാഥത്വം പേറേണ്ടി വരും. അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞു, അവരെ നിങ്ങൾ ഉപയോഗിച്ചോളൂ, വിരോധമില്ല, പക്ഷെ അവരുടെ കുട്ടികൾ സ്വതന്ത്രരാവും, അവരുടെ കുട്ടികൾക്ക് നിങ്ങളുടെ സ്വത്തിൽ അവകാശമുണ്ടാവും. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇസ്ലാമിന്റെ ഈ നിയമം മുന്നോട്ട് വെച്ച് വളർന്നു വരുന്ന കുട്ടികളെല്ലാം പിന്നീട് സ്വതന്ത്രരാവുകയും അവർ അടിമത്തം പൂർണ്ണമായും ഇസ്ലാം അവസാനിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ന് ഔമാ മലക്കത്ത് ഐമാനില്ല, ഭാര്യമാർ തന്നെയാണ്, അല്ലെങ്കിൽ ഭർത്താക്കന്മാർ തന്നെയാണ്. അങ്ങനെ അവരുമായി നിങ്ങൾക്ക് സംസർഗത്തിൽ ഏർപ്പെടാമെന്നല്ലാതെ മറ്റൊരു വഴി തേടിയാൽ അള്ളാഹ് പറയാണ്, ഫമനിബുത്തഹ വറാഅ ദാലിക്, അതിനപ്പുറം ആരെങ്കിലും വഴി തേടിയാൽ, വഴി അന്വേഷിച്ചാൽ, ഫഉലൈക ഹുമുൽ ആദൂൻ, അവർ അള്ളാഹുവിന്റെ ലിസ്റ്റിൽ അതിക്രമികളാണ്. അവർ സ്വർഗത്തിന്റെ അവകാശികളല്ല. അള്ളാഹുവിന്റെ വളരെ അവർണ്ണനീയമായ സ്വർഗത്തോപ്പിൽ അവർ ഒരു അവകാശവും ഉണ്ടാവുകയില്ല. അവർ അക്രമികളാണ്. തുടർന്ന് അല്ലാഹു പറയാണ്, വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ. അടുത്തത് ഈ പറഞ്ഞ കാര്യം ഭൂലോകത്ത് കിട്ടാത്തതാണ്. വല്ലദീന ഹും ലിഅമാനാതിഹിം, അവരുടെ അമാനത്തുകൾ, വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം, അവരുടെ കരാറുകളും റാഊൻ, പാലിക്കുന്നവരാണ്. വിശ്വസിക്കപ്പെടുന്ന സംസാരമാകാം, സ്വത്തുക്കളാകാം, അല്ലെങ്കിൽ മറ്റെന്ത് കാര്യവും വിശ്വസിച്ചേൽപ്പിച്ചാൽ അതൊരിക്കലും അതിൽ നിന്ന് ഒരു അളവ് പോലും അവൻ ഉപയോഗിക്കുകയില്ല. അതാണ് സ്വർഗത്തിന്റെ പോണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഈ ആയത്തുകളൊക്കെ ജീവിതത്തിൽ പകർത്തിയ ഒരു സംഭവം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഉമ്മത്തിന് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തന്റെ സഹാബത്തിന് ഒരു കഥ പറഞ്ഞു കൊടുക്കുക റസൂലുള്ളാഹി. അതെന്താ? രണ്ടാളുകൾക്കിടയിൽ ഒരു ഭൂമി കച്ചവടം നടന്നു. അപ്പോൾ സാധാരണ റിയൽ എസ്റ്റേറ്റിന്റെ കാലമാണല്ലോ. ഭൂമി കച്ചവടം നടന്നു. അപ്പോൾ ഭൂമി വിറ്റു, അതിന്റെ എല്ലാ രജിസ്ട്രേഷനും എല്ലാം കഴിഞ്ഞു. അതിനുശേഷം ഭൂമി വാങ്ങിയ വ്യക്തി ആ ഭൂമിയിൽ തനിക്കൊരു വീടുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഫവജദ റജുലുൽ ലദീ ഇസ്തറൽ അഖാർ, ആ ഭൂമി വാങ്ങിയ മനുഷ്യൻ ഭൂമി ഏറ്റെടുക്കുകയും അദ്ദേഹം ആ ഫി അഖാരിഹി സറത്തൻ ഫിഹാ ദഹബ്, ആ ഭൂമിയിൽ നിന്ന് കുഴിക്കുമ്പോൾ അതിന്റെ അകത്ത് നിന്നൊരു സ്വർണമുള്ള ഒരു കുടം കിട്ടി. മുമ്പൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, നിധി കിട്ടുക എന്ന് പറയും. ഇതുപോലൊരു നിധി കിട്ടി ഭൂമി കുഴിച്ചപ്പോൾ. അപ്പൊ ഈ ഭൂമി വാങ്ങിയ ആള് ഭൂമി വിറ്റ ആളോട് ചേർന്ന് പറഞ്ഞു, ഖുദ് ദഹബക മിന്നി, നിങ്ങൾ എന്റെ കയ്യിലുള്ള ഈ സ്വർണത്തിന്റെ കുടം നിങ്ങൾ ഏറ്റുവാങ്ങണം. എന്താ കാരണം? ഇന്നമ്മ ഇഷ്തറയിത്തു മിൻകല്ലാർന്ന്, ഞാൻ നിങ്ങളിൽ അടുത്തുനിന്ന് വാങ്ങിയത് ഭൂമി മാത്രമാണ്, സ്വർണത്തിന്റെ കുടം വാങ്ങിയിട്ടില്ല. അപ്പോഴോ വിറ്റ ആളപ്പൊ പറയാണ്, ഇന്നമ്മ ബീത്തുക്കല്ലാർന്ന് മാഫിഹ, ഞാൻ നിങ്ങൾക്ക് വിറ്റത് ഭൂമിയും ആ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളുമാണ്, അതുകൊണ്ട് എനിക്ക് ആവശ്യമില്ല. അങ്ങനുണ്ട്. നമ്മളെങ്ങാനും ഒരു സ്ഥലം വാങ്ങിയിട്ട് അതിലെങ്ങാനും ഒരു സ്വർണത്തിന്റെ കുടം കിട്ടിയാൽ ഭാര്യനോട് പോലും പറയില്ല. കാരണം എന്താ? നമ്മൾ അത്രമാത്രം സന്തുഷ്ടരാകും. പക്ഷെ ഇസ്ലാമിനെ പറ്റി പഠിച്ച ദീൻ പഠിക്കുന്ന ആളുകളുടെ സ്വഭാവം കണ്ടെങ്കിൽ താൻ വാങ്ങിയ ഭൂമിയിൽ നിന്ന് ഒരു സ്വർണത്തിന്റെ കുടം കിട്ടിയിട്ട് അത് വാങ്ങിയ ആൾക്ക് തന്നെ തിരിച്ചേൽപ്പിക്കുകയാണ്. അങ്ങനെ ഒരു തർക്കായി. അയാൾ വാങ്ങൂല എന്നും ഇയാൾക്കിത് വേണ്ടാന്നും. അപ്പൊ ഒരു മാന്യനായൊരു മനുഷ്യൻ ഇടപെട്ടിട്ട്, ആ നാട്ടിലൊരു മാന്യൻ ഇടപെട്ടിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടാന്ന് പറയുന്നു, മറ്റേ ആൾ പറയുന്നു എനിക്കും വേണ്ട എന്ന്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഒരു പഞ്ചായത്ത് പറഞ്ഞു. ആ മാന്യൻ എന്താ പഞ്ചായത്ത് പറയും, ആ ലക്കുമാ വല, നിങ്ങൾക്ക് രണ്ടാക്കും മക്കളുണ്ടോ ചോദിച്ചു. കാലല്ല അവൽ, ഒരാൾ പറഞ്ഞു ലീ ഇബ്നുൻ, എനിക്കൊരു മകനുണ്ട്. കാലല്ല ആഹർ, മറ്റേ ആൾ പറഞ്ഞു വലിയ ഇബ്നത്തുൻ, എനിക്കൊരു മകളുമുണ്ട്.
വിറ്റ ആൾക്ക് ഒരു മകനുണ്ട്, വാങ്ങിയ ആൾക്ക് ഒരു മകളുണ്ട്. അപ്പം ഈ മധ്യസ്ഥനായി വന്ന ആള് പറഞ്ഞു, അൻകിഹുൽ ഗുലാം അൽ ജാരിയ, നിങ്ങൾ ഇവന്റെ ആൺകുട്ടിക്ക് നിങ്ങളുടെ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കുക. എന്നിട്ട് അൻഫിഖു അലാ അൻഫുസിഹ മിൻഹു, അതിൽ നിന്ന് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അത് ഏൽപ്പിച്ചാൽ ആ രണ്ട് മക്കൾക്ക്, നിങ്ങൾക്ക് രണ്ടാക്കും വേണ്ടല്ലോ, അപ്പൊ ഞങ്ങൾ രണ്ട് മക്കളെയും വിവാഹം കഴിച്ച് അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കി. അപ്പൊ റസൂലുള്ളാഹി വിവരം അറിഞ്ഞു. റസൂലുള്ളാഹിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞാൽ ആ വിവരമാണ് റസൂലുള്ളാഹി സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്നത്. അവിടെയാണ് വല്ലദീനഹും ലി അമാനാതിഹിം വഅഹദിഹിം റാഊൻ, കരാറുകളും പാലിക്കുന്നവരാണ്. നമ്മളൊക്കെ കരാറ് ചെയ്യാറുണ്ട്, കരാറ് പൈസ വാങ്ങിയിട്ട് നമ്മൾ കടം വാങ്ങാറുണ്ട്, തിരിച്ചു കൊടുക്കാറില്ല. അങ്ങനെ പല പ്രവർത്തനങ്ങളും നമ്മൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. എന്നാലും നമ്മൾ നിസ്കരിക്കും, എന്നാലും നമ്മൾ ഹജ്ജിന് പോകും, എന്നാലും നമ്മൾ ഉംറക്ക് പോകും, എന്നാലും നമ്മൾ ചെറിയ ചെറിയൊക്കെ പൈസ സദക്കയും കൊടുക്കും. അങ്ങനെ എല്ലാ ഗുണങ്ങളും നമുക്കുണ്ട്. പക്ഷെ നമ്മൾക്ക് അമാനത്തില്ല. അമാനത്ത് ഉള്ള ആളുകളെ കാണാൻ കഴിയാതെയാവും. അതറിയോ? അമാനത്ത് ഇപ്പൊ ഒരു അമാനത്തുള്ള ഒരാള് ഇവിടെ ഉണ്ടായാൽ പത്രവാർത്ത അല്ലേ, ഒരു ഓട്ടോ ഡ്രൈവർക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമോ കിട്ടിയിട്ട് അയാളത് തിരിച്ചേൽപ്പിച്ചാൽ പിറ്റേന്ന് പത്രത്തിൽ വരും. ഏത്? ഉടമസ്ഥനെ തേടി ഓട്ടോ ഡ്രൈവർ, സത്യസന്ധനായ, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാൾ പോലും ഭൂമിയിലില്ലാത്ത കാലം വന്നാലാണ് അള്ളാഹു, അമാനത്ത് തീരെ ഇല്ലാത്ത കാലം വന്നാൽ അള്ളാഹു ലോകം അവസാനിപ്പിച്ചാണ്. പിന്നെ ഇവിടെ ഈ ലോകം ഉണ്ടാവില്ല. ഈ ലോകം നിലനിൽക്കുന്നതിന് പരസ്പരപ്പം എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല, നിങ്ങൾക്ക് ഇന്ന വിശ്വാസമില്ല. ഉണ്ടോ? ഭാര്യക്ക് ഭർത്താവിന് വിശ്വാസമില്ല, ഭർത്താവിന് ഭാര്യയെ വിശ്വാസമില്ല, ഭാര്യക്കും ഭർത്താവിനും മക്കളെ വിശ്വാസമില്ല, മക്കൾക്കാർക്കും മാതാപിതാക്കളെ വിശ്വാസമില്ല. വിശ്വാസമാണ് ഇവിടുന്ന് ആദ്യം എടുത്തു കളയുക. ഇത് വല്ലാത്തൊരു, ആദ്യം പറഞ്ഞ ഹുഷു എടുത്തു കളയുന്നു. രണ്ടാമത് പറയുന്നത് മനുഷ്യന്മാരുടെ കൽബിൽ നിന്ന് പരസ്പരമുള്ള വിശ്വാസം, അള്ളാഹുവിലുള്ള വിശ്വാസം, പരലോകത്തിലുള്ള വിശ്വാസം, സ്വർഗനരകങ്ങളെ കുറിച്ചുള്ള വിശ്വാസം, ഇതൊക്കെ എടുത്തു കളയും. വലിയ ശിക്ഷ കേട്ടോ. അതുണ്ടാവുമ്പോഴേ നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കം ഫത്ഹ് നടന്നത് നിങ്ങൾക്കറിയാം. ഞാനൊരു സംഭവം കൂടി നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കുകയാണ്. മക്കം ഫത്ഹ് പറഞ്ഞാൽ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജന്മനാട്ടിൽ നിന്ന് പുറത്താക്കി അതിശക്തമായ ഭീകരമായ ശാരീരികമായ ശിക്ഷകൾ നബിയുടെയും സഹാബത്തിന്റെയും നേരെ മക്കയിലെ മുശ്രിക്കുകൾ ആവോളം ചെയ്തു. അല്ലെ? സഹാബത്തിനെ അരിഞ്ഞു വീഴ്ത്തി. പറയുമ്പോൾ ഗദ്ഗതം വരും. അത്രമാത്രം പ്രയാസങ്ങൾ സഹാബത്ത് അനുഭവിച്ചു, നബിയും അനുഭവിച്ചു. ഒരുപാട് ആളുകൾ തീ കൊണ്ട് ശരീരത്തിൽ മണ്ണെണ്ണ ചുറ്റിയ, കത്തിക്കാൻ ഉപയോഗിക്കുന്ന സാധനം ചുറ്റിയ തുണികൾ ചുറ്റിയിട്ട് മനുഷ്യ ശരീരത്തിൽ തീ കൊടുത്തു, നിന്ന് കത്തുകയാണ്. അങ്ങനെ അത്രമാത്രം നബിയെയും സഹാബത്തിനെയും അങ്ങേയറ്റം ദ്രോഹിച്ച മക്കയിലെ മുശ്രിക്കുകൾ, മക്ക രാജ്യം ഒരു നാൾ അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ഒരു നാൾ ഇസ്ലാമിന് കീഴടങ്ങും. ഈ പറഞ്ഞ മുശ്രിക്കീങ്ങളെല്ലാം ഇസ്ലാമിന്റെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു കാലം വരും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനെ പറ്റിയാണ് അള്ളാഹു പറഞ്ഞത്, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അള്ളാഹുവിന്റെ വിജയവും സഹായവും വന്നു കഴിഞ്ഞാൽ ആളുകളെല്ലാം അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാമിലേക്ക് ജനങ്ങൾ കടന്നു പ്രവേശിക്കും. അത്രമാത്രം ആളുകൾ വർദ്ധിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ ജനാവലിയുടെ പിൻബലത്തോടുകൂടി മക്കയിൽ പ്രവേശിക്കുന്ന ഒരു നാൾ വന്നു. ആ ദിവസം മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നപ്പോൾ മക്ക ഇസ്ലാമിന് കീഴടങ്ങിയ ശേഷം റസൂലുള്ളാഹി മക്കത്ത് ചെന്ന് കഅബാലയത്തിന്റെ അടുത്തെത്തിയപ്പോൾ അതിന്റെ താക്കോല് ഉസ്മാൻ ബിൻ തൽഹ എന്ന് പറയുന്ന മുശ്രിക്കിന്റെ കയ്യിലാണ്. ഇസ്ലാമിനും മക്കം കീഴടങ്ങി, കഅബാലയം ഇസ്ലാമിന്റെ കയ്യിലായി. അതിന്റെ എല്ലാ ഉത്തരവാദിത്വവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുക്കുകയാണ്. അപ്പൊ താക്കോൽ ഉണ്ടായിരുന്നത് ഉസ്മാൻ ബിൻ തൽഹയുടെ അടുത്താണ്. അന്ന് മുശ്രിക്കായിരുന്നു അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് താക്കോൽ ആവശ്യപ്പെട്ടു. താക്കോൽ അദ്ദേഹം കൊടുത്തു. താക്കോൽ വാങ്ങിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബന്റെ അകത്ത് പ്രവേശിച്ചു. ആദ്യം അതാ നബി ചെയ്തത്. കഅബയുടെ അകത്ത് പ്രവേശിച്ചിട്ട് അതിന്റെ വാതിൽ നിന്നുകൊണ്ട് നബി പ്രഖ്യാപിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ
ഏകനായ അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല. കഅബയുടെ ആദ്യമായി ഇസ്ലാമിന് കഅബ കൈകാര്യം ചെയ്യാനുള്ള അവസരം കിട്ടിയപ്പോൾ ആ കഅബയുടെ വാതിൽ തുറന്ന് വാതിൽക്കൽ തന്നെ നിന്നുകൊണ്ട് റസൂലുള്ള പറയുകയാണ്, അകത്തേക്ക് കയറിയിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ വസദഖ വഅദ, അള്ളാഹു അവന്റെ വാഗ്ദത്തം പൂർത്തീകരിച്ചു. വനസറ അബ്ദ, അള്ളാഹു അവന്റെ ദാസനെ സഹായിച്ചു. വഹസമൽ അഹ്സാബ വഹദ, ശത്രു സൈന്യത്തെ അള്ളാഹു ഒറ്റയ്ക്ക് ആട്ടി ഓടിച്ചു. എല്ലാം ഇസ്ലാമിന് കീഴൊതുങ്ങി. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ വാതിൽ പൂട്ടി പുറത്തിറങ്ങി. എന്നിട്ട് അവിടെ ഹറമിലിരുന്നു. ഹറമിലിരുന്നപ്പോഴാണ് പെട്ടെന്ന് അലി റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞു, ഇജല്ലന അൽ ഹിജാബത്തമായ സിക്കായ, ഹാജിമാർക്ക് വെള്ളം കൊടുക്കുന്ന ഉത്തരവാദിത്വം നമുക്ക് ഏൽപ്പിക്കണം. ആ ഉത്തരവാദിത്വം അതോടൊപ്പം കഅബയുടെ താക്കോൽ സൂക്ഷിക്കാനുള്ള അവകാശവും മുസ്ലിങ്ങൾക്ക് ലഭ്യമാകണം നബിയെ എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ എന്ത് മറുപടി പറയും? താക്കോൽ ചോദിച്ചു വാങ്ങിയതാ. ഇപ്പോൾ ഇസ്ലാമിന്റെ അവകാശപ്പെട്ടതാണ് കഅബയുടെ താക്കോൽ. പക്ഷെ നബി ചോദിച്ചു വാങ്ങിയതാണ്. അതുകൊണ്ട് നബി എന്ത് ചെയ്തു അറിയോ? നബി ഉസ്മാൻ ബിൻ തൽഹയെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറഞ്ഞിട്ട് പറഞ്ഞു, ഹാക്ക മിഫ്താഹ്, നിന്റെ താക്കോൽ ദാ, നീ എടുത്തോ, ആവശ്യമില്ല. ഹാക്ക മിഫ്താഹുക യാ ഉസ്മാൻ അൽ യൗമ യൗമുൽ ബർ, ഇന്ന് പുണ്യത്തിന്റെ ദിവസമാണ്. യൗമുൽ വഫ, കരാറ് പൂർത്തീകരണത്തിന്റെയും. ഞാൻ നിന്നോട് താക്കോൽ വാങ്ങുമ്പോൾ തിരിച്ചു തരാമെന്ന വ്യവസ്ഥയിലാണ് വാങ്ങിയത്. അതുകൊണ്ട് താക്കോൽ ദാ, തിരിച്ചേൽപ്പിച്ചു. ആലോചിച്ച് നോക്കുമ്പോൾ ആർക്കാണ് തിരിച്ചേൽപ്പിക്കുന്നത്? സഹാബത്തിന് അരിഞ്ഞു വീഴ്ത്തിയ, ഒരു നിലക്കും ഭക്ഷണം പോലും കഴിക്കാൻ സമ്മതിക്കാതെ എല്ലാ നിലക്കുള്ള വിലക്കുകളും ഉണ്ടാക്കിയ ജനത, എല്ലാ നിലക്കും ഇസ്ലാമിന്റെ കീഴൊതുങ്ങിയ സമയത്ത് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യരോട് കാണിച്ച അമാനത്ത് അല്ലേ? നമ്മളാണ് എന്ത് ചെയ്യും? ഓരോരുത്തരിറങ്ങും. നമ്മളതാ അന്ന് അരിഞ്ഞു വീഴ്ത്തിയവനാണ്. താക്കോൽ കൊടുക്കണ്ട നബിയെ, കഴിയുന്നത്ര എന്ത് ചെയ്യും? ആളുകൾ അരിഞ്ഞു വീഴ്ത്തും അല്ലേ? പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന മക്ക മുശ്രിക്കുകളിൽപ്പെട്ട ഉന്നതന്മാരായ ആളുകളെ നോക്കിയിട്ട് റസൂലുള്ള പറഞ്ഞു, ഇദ്ഹബു അൻതുമുൻ തുലഖാ, നിങ്ങൾക്ക് പോകാം, നിങ്ങൾ സ്വതന്ത്രരാണ്. ആരെയും ഇവിടെ നിർബന്ധിക്കുന്നില്ല. ഇസ്ലാമിലേക്ക് വരാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾ സ്വതന്ത്രരാണ്. ഇന്ന് യൗമുൽ മർഹമൻ. സഹാബത്തൊക്കെ പറയുന്ന രക്തം ചിന്തുന്ന ദിവസമാണ് റസൂലുള്ള. കാരണം അത്രമാത്രം രക്തം ചിന്തിയ സഹാബത്തിന് അരിഞ്ഞു വീഴ്ത്തിയ ആളുകളാ മുമ്പിൽ നിൽക്കുന്നത്. അവരോടാ പറയുന്നത്, നിങ്ങൾ പോയിക്കോളൂ. എന്താ കാരണം? അവിടെയാണ് ഇസ്ലാമിന്റെ അമാനത്ത്. ഈ വിഷയത്തിലാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് നിസായിലെ 57-ാമത്തെ ആയത്തിറങ്ങുന്നത്. ആയത്തൊന്ന് നമുക്ക് ഇട്ടുനോക്കാം. ഈ താക്കോൽ വാങ്ങിയ വിഷയത്തിൽ അള്ളാഹിന്റെ ഖുർആന്റെ ആയത്ത് എന്താ? ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്ത് ഇലാ അഹ്ലിഹാ. ഇന്നല്ലാഹ യഅ്മുറുക്കും, അല്ലാഹു മുഹമ്മദെ നിങ്ങളോട് കൽപ്പിക്കുകയാണ്, നിന്നോടും നിന്റെ ഉമ്മത്തിനോടും ലോകാവസാനം വരെയുള്ള മുസ്ലിങ്ങളോടും അല്ലാഹു കൽപ്പിക്കുന്നു, അൻ തുഅദ്ദുൽ അമാനാത്ത് ഇലാ അഹ്ലിഹി, അർഹതപ്പെട്ട ആളുകൾക്ക് അവർ വിശ്വസിച്ചേൽപ്പിക്കുന്ന എല്ലാ മുതലും തിരിച്ചേൽപ്പിക്കണം. അതല്ല പറയാം, വൈദാ ഹക്കംതും ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ നിങ്ങൾ എന്നെങ്കിലും വിധികർത്താക്കളാവുകയാണെങ്കിൽ അൻ തഹ്കുമു ബിൽ അദ്ൽ, നീതിപൂർവം വിധിച്ചോളണം. ഇവിടെ കണ്ട നീതിപൂർവമുള്ള വിധി നമ്മളെ കൊണ്ടാവോ? ഒരു നേരം. അതാണ് പറഞ്ഞ വല്ലദീനഹും ലി അമാനാത്തിഹിം വഅഹ്ദിഹിം റാഊൻ. കരാറുകളും വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട മുതലുകളും വസ്തുക്കളും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരാളോട് വിശ്വസിച്ചിട്ട് കാര്യം പറയാൻ പറ്റില്ല. പറ്റുമോ? ഓനെന്ത് പറയും? നമ്മൾ പറയും, നിങ്ങൾ ആരോടും പറയരുത് മരണം വരെ, ഇത് ഞാൻ നിങ്ങളൊരു അമാനത്തായിട്ട് ഏൽപ്പിക്കുക അല്ലേ? അപ്പം എന്താ പറയാ അതിന്റെ മറുപടി? അനക്കുണ്ടോ കാറ്റ്? ഞാനൊരിക്കലും അങ്ങനെ ഇന്ന് വരെ ഞാൻ അങ്ങനത്തെ വാപ്പത് ജനിച്ചിട്ടുള്ളതല്ല എന്നൊക്കെ പറയും. എന്താ ആദ്യം പറഞ്ഞ്? അനക്കുണ്ടോ കാറ്റ് എന്നല്ലേ? അതാണ് ശരി. ഇത് അനക്ക് കാറ്റില്ലാത്തോട് ഇത് പുറത്തെത്തിയില്ല. എനിക്കിഷ്ടം പോലെ കാറ്റുണ്ട്, ഇത് ഇപ്പം ഞാൻ പുറത്തെത്തിച്ചു തരാണ് എൻ്റെ അർത്ഥം. മൂപ്പരിപ്പത് കാറ്റിലാക്കും, എയറിലാക്കും. ഇപ്പൊ അങ്ങനെയുള്ള പറയും, പുതിയ ഡയലോഗ് അതല്ലേ, എയറിലാക്കുക അല്ലേ? എല്ലാ കാര്യവും അങ്ങനെ. ഒരമാനത്തും കാത്തു സൂക്ഷിക്കുന്ന ആളുകളില്ല. പക്ഷെ ഈ ആയത്തൊക്കെ വളരെ മനോഹരമായിട്ട് വല്ലദീനഹും ലി അമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ എന്ന് ഖുശൂഅോടുകൂടി തഖ്വ അഭിനയിച്ചുകൊണ്ട് നമുക്ക് ഓതാം. പക്ഷെ ജീവിതത്തിൽ പകർത്താൻ അല്പം പ്രയാസമാണ്. അതുകൊണ്ടാണ്
നമ്മൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാൾ പോലും ഭൂമിയിലില്ലാത്തൊരു കാലം വരും കേട്ടോ. അങ്ങനെ ഒരു കാലം വന്നാലാണ് അള്ളാഹു ഈ ലോകം അവസാനിപ്പിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മത്തിനോട് പറഞ്ഞു, നിങ്ങൾ എനിക്കൊരു 6 കാര്യം, നബി മരിക്കുന്നതിന് മുമ്പ് സഹാബത്തിനോട് പറഞ്ഞതാ, ഒരു 6 കാര്യം നിങ്ങൾ എനിക്ക് ഉറപ്പ് തരണം. എന്താ? ഇക്ഫുലൂനി ബിസിത്തിൻ, 6 കാര്യം ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് എനിക്ക് നിങ്ങൾ ഉറപ്പ് തരണം. അക്ഫൽ ലക്കുമുൽ ജന്ന, എങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിന്റെ അവകാശം നിങ്ങൾക്ക് ഞാൻ പതിച്ചു തരും. ഫഖാലു, അപ്പൊ സഹാബി ചോദിച്ചു, ഒമാ ഹുന്ന യാ റസൂലല്ലാ, എന്തൊക്കെയാണ് റസൂലെ 6 കാര്യം? നബി പറഞ്ഞു, അസ്സലാത്ത്, നമസ്കാരം ഭക്തിപൂർവ്വം നമസ്കരിക്കുക. ഇപ്പൊ ഖുർആനിൽ പറഞ്ഞ അസ്സലാത്ത്. രണ്ടാമത്തത് സക്കാത്ത്, സക്കാത്ത് കൃത്യമായി നൽകുക. വല്ല അമാനത്ത്, വിശ്വസിച്ചേൽപ്പിക്കുന്ന ഓരോ കാര്യവും ആ വളരെ വിശാലമായ അർത്ഥത്തിലാണ് ഈ അമാനത്ത്. ഇബ്നു കസീർ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു, വല്ലാത്ത വിശദീകരണം കൊടുത്ത്. അപ്പൊ എന്താ പറഞ്ഞറിയോ? ഇപ്പൊ ഒരു വിവാഹം കഴിക്കുന്ന ഒരു യുവാവോ അയാൾ വിശ്വസിച്ചേൽപ്പിക്കുകയാണ്. ആര്? ഈ പെൺകുട്ടിയുടെ ബാപ്പ. ആരെ? മകളെ. അപ്പൊ അതെന്ത് ചെയ്യണം? മരണം വരെ സുഖദുഃഖങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ട് അനങ്ങുമ്പോഴേക്കും എനിക്ക് തന്നെ വേണ്ട എന്ന് പറയുന്ന വർത്താനുണ്ടല്ലോ, ഭാരം കിട്ടും എന്നൊക്കെ ആളുകൾ പറയാ അല്ലേ? പെണ്ണെന്ന് പറഞ്ഞാൽ അപ്പം വലിയ വിഷയമല്ല എന്നൊക്കെ പറഞ്ഞിട്ട്, ഇപ്പം പെണ്ണ് വലിയൊരു വിഷയമാണ്. എന്താ കാരണം? പെണ്ണുണ്ട്, പക്ഷെ പെണ്ണായ പെണ്ണുണ്ടാവില്ല. നാട്ടിലൊരുപാട് പെണ്ണുണ്ട്, ഇപ്പൊ പറഞ്ഞ ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ഒരുപാട് പെണ്ണുണ്ട്. എന്തായിരുന്നാലും നമ്മൾ ഓളെ ബാപ്പയിൽ നിന്ന് ഒരു അമാനത്ത് ഏറ്റുവാങ്ങി. ശ്രദ്ധിക്കുക, അമാനത്തുകൾ നിറവേറ്റാൻ കഴിയാതിരുന്നാൽ സ്വർഗം നമുക്ക് ഒരിക്കലും കിട്ടുകയില്ല. അപ്പം ഭാര്യയെ ഏൽപ്പിച്ചത് മാത്രമല്ല, പിന്നെ അതിൽ ജനിക്കുന്ന മക്കളെ നോക്കുക എന്നത് നമ്മളുടെ അമാനത്താണ്. പിന്നെയോ എല്ലാ കാര്യവും മാതാപിതാക്കളെ ശ്രദ്ധിക്കണമെന്നത് ഇസ്ലാമിന്റെ അമാനത്താണ്. മാതാപിതാക്കളെ നോക്കാത്ത മക്കൾക്ക് ഒരിക്കലും സ്വർഗം ഉണ്ടാവില്ല. ഇതൊക്കെ അമാനത്ത, ഈ മുതലൊക്കെ അമാനത്ത, മീൻപാപ്പി അമാനത്ത. അതുപോലെ തന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന വർത്തമാനം പോലും അമാനത്ത. ഇപ്പൊ നമ്മളൊരാളോട് വിശ്വസിച്ചൊരു കാര്യം പറഞ്ഞു, ആ കാര്യം അയാൾ മരണം വരെ മറ്റൊരാളോട് പറയാൻ പാടില്ല. അത് പറഞ്ഞാൽ അയാൾക്ക് അമാനത്തുണ്ടാവില്ല. അമാനത്തുള്ള ആളുകളെ കിട്ടാൻ പ്രയാസാണ്. ആ കാലം വരുമ്പോഴാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതുപോലെ ലോകം അവസാനിപ്പിക്കുക. നമുക്ക് നോക്കാം. റസൂൽ പറയാണ്, നമസ്കാരം, സക്കാത്ത് അമാനത്ത്. ഇനിയോ വൽ ഫർജ്, ജനനേന്ദ്രിയം കാത്തു സൂക്ഷിക്കണം, അത് അമാനത്ത. വൽ ബത്തുൻ, വയറും അമാനത്ത. നമ്മുടെ ശരീരത്തിലുള്ള വയറില്ലേ, അത് അമാനത്ത. അങ്ങനെ വയറെങ്ങനെ അമാനത്താകുക? വയറ്റിലേക്ക് ഒരു കാരണവശാലും അള്ളാഹു നിഷിദ്ധമാക്കിയ ഒന്നും പ്രവേശിക്കൂല, അതാണ് അമാനത്ത്. ആ വയറ്റിലേക്ക് മദ്യം കയറൂല, ആ വയറ്റിലേക്ക് പന്നി കയറൂല, ആ വയറ്റിലേക്ക് പലിശ മുതൽ കയറൂല, അതൊന്നും തിന്നൂല. അപ്പൊ ബത്തിനെ സൂക്ഷിക്കും. ഇന്നിപ്പോ ഇതൊക്കെ സൂക്ഷിക്കുന്ന മുസ്ലിങ്ങൾ ഉണ്ടാവുമോ? വയറ് സൂക്ഷിക്കുന്ന മുസ്ലിങ്ങൾ വളരെ കുറവാണ്. എങ്ങനെ കിട്ടിയാൽ വേണ്ട പൈസ കിട്ടിയാൽ മതി അല്ലേ? ഇപ്പൊ നമുക്ക് ബാങ്കിൽ നിന്ന് വിളിക്കുകയാണ്, ഇത്ര ശതമാനം തരാം ഡെപ്പോസിറ്റ് ചെയ്യാൻ അല്ലേ? അപ്പോഴോ മിക്കവാറും ആളുകൾ എന്താ പറയാ, മൗലവിക്ക് ഇതൊന്നും അറിയില്ല, കച്ചവടം ചെയ്യുന്ന ബാങ്കായിട്ട് ബന്ധപ്പെടണം. ശരി, ബാങ്കായിട്ട് ബന്ധപ്പെട്ടോ, പക്ഷെ അനക്ക് കിട്ടുന്ന ഒരു പലിശ ഇല്ലേ, അത് അനക്ക് തിന്നൽ നിർബന്ധമില്ലല്ലോ. അതെന്ത് വേണം? അതെന്താ ചെയ്യേണ്ടത്? ചിലവെന്താ അറിയോ? അത് ഞാൻ സറക്ക് കൊടുത്തോളാം. സറക്ക് കൊടുക്കാൻ പാടില്ല, അതിന് സറക്കിന്റെ കൂലി ഉണ്ടാവില്ല. അത് സാധാരണഗതിയിൽ ഇതുപോലെ ബുദ്ധിമുട്ടുന്ന പലിശക്ക് ബാങ്കിലോ അല്ലെങ്കിൽ വീടിന് ആധാരം വെച്ചോ അല്ലെങ്കിൽ മക്കളെ കെട്ടിക്കാനോ അല്ലെങ്കിൽ യാതൊരു നിർവാഹവുമില്ലാതെ ആരും സഹായിക്കാനില്ലാത്ത സമയത്ത് ബാങ്കിൽ തന്റെ ആഭരണം പണയം വെച്ച് അതിന് പലിശയുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് പലിശ കൊണ്ട് ബ്ലോക്ക് ചെയ്യണം. അതേ നിർവാഹമുള്ളൂ. അല്ലാണ്ട് പലിശ നിങ്ങളെ കുടുംബത്തിലോ നിങ്ങളെ മക്കൾക്കോ നിങ്ങളെ ഭാര്യക്കോ തിന്നാൻ കൊടുക്കരുത്. ചിലവർക്കൊക്കെ ബാങ്കിൽ ഡെപ്പോസിറ്റിന് 10ഉം 20ഉം കോടി ഉറുപ്പ്യൊക്കെ പലിശകളുണ്ട്. 20 കോടി പലിശ. അതാർക്ക്? എനിക്ക് നിങ്ങൾക്കല്ല, ഇവിടെ അങ്ങനത്തെ പണക്കാരുണ്ട്. ആ പൈസക്ക് ഒരു ഉപയോഗിക്കുന്നുണ്ട്, ഓലെല്ലാ നന്മയും ചെയ്യുന്നുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനത്തിന് മുമ്പിൽ അവരുണ്ട്. കോടിക്കണക്കിന് ഉറുപ്പ്യ വയനാട് പോലുള്ള ദുരന്തമുണ്ടാകുമ്പോൾ നൽകുന്നവരുണ്ട്. അതുപോലെ വീടിന് വെക്കാൻ പണം നൽകുന്നവരുണ്ട്. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നവരുണ്ട്. ഈ പലിശ മുതലുണ്ട്. അനക്ക് കൂലിയിട്ട് എന്ന് മാത്രമല്ല, ഈ വാങ്ങുന്നവൻ
ആ മുതലെവിടുന്നാ കിട്ടിയെന്ന് ചോദിക്കണം. അത് ചോദിക്കൂല്ല. ബാങ്ങനോൻക്കും ഇല്ല. ഉണ്ടോ? ബാങ്ങനോൻക്കും വേണ്ട ഒരു അമാനത്ത്. ഇത് നിങ്ങൾ എനിക്ക് ഏത് വകുപ്പിലാ തന്നെന്ന് ചോദിക്കണ്ടേ? നമ്മൾ ചോദിക്കൂല. കാരണം എന്താ, എങ്ങനെ ഇങ്ങോട്ട് പോന്നോട്ടെ എന്നാ. എല്ലാരും മുമ്പിലുള്ള ആഗ്രഹം അതാണ്. പൈസ എങ്ങനെ ഇങ്ങോട്ട് പോരണം. സ്വർഗം കിട്ടിയില്ലെങ്കിലും വേണ്ട, മരിക്കുമ്പോ നമുക്ക് എന്ത് ചെയ്യാ, 2 മൊയ്ലിയാരെ വിളിച്ചിട്ട് ഒന്ന് ദ്വാരിപ്പിക്കുക, യാസീനോദി ദ്വാരിപ്പിക്കാം. അവിടെ KRSന്റെ പാർസൽ സർവീസ് ഒന്നും അവിടെ ഇല്ല കേട്ടോ. നിങ്ങൾ ഇവിടുന്ന് കൊടുത്തയക്കുന്ന പാർസൽ യാസീൻ ഉണ്ടല്ലോ, അതൊന്നും അവിടെ എടുക്കൂല. ചിലരുടെ വിചാരം അതാ, എല്ലാ കള്ളത്തരും ചെയ്ത് അവസാനം ഒരു യാസീനോദയോ അല്ലെങ്കിൽ 2 മൗലൂദോ, റാത്തീബോ, കുത്താറാത്തീബോ, മങ്കൂസ് മൗലൂദോ, ഷറഫുല്ലന മൗലൂദോ, ജയല മുഹമ്മദോ ഏതെങ്കിലും കോതി പിന്നെ കൊല്ലം തോറും ആണ്ടോടാണ്ട് കഴിക്കുക, കുറെ ആൾക്കാരെ വിളിച്ചിട്ട് ആണ്ട് കഴിക്കുക. ഇതൊക്കെ ചെയ്താൽ അവിടെ സ്വർഗം കിട്ടുന്ന ചില ഉസ്താദന്മാര് പറയും, എന്റെ ബാപ്പന്റെ ഖബറിൽ വെളിച്ചം കിട്ടാൻ പൈസ സറക്ക് കൊടുക്കണം പള്ളിക്ക്. ആ സറക്ക കൊടുക്കുന്നതന്നെ ഈ പലിശനാ. ചിലവരെ വിചാരം ഖബറിൽ വെളിച്ചം കിട്ടാനേ. ചില ബളവന്മാര് പറയും നമുക്ക് 2 ട്യൂബ് വെക്കാൻ ബാപ്പന്റെ ഖബറിൽ. ഇതൊക്കെ നീ പരീക്ഷിച്ചോ? അന്റെ മയ്യത്ത് ഖബറിൽ ഒറ്റക്ക്, നീ പണിയാത്ത വീട്, നിനക്ക് വേണ്ടി പണിത വീട്, നീ സ്വന്തം ധരിക്കാത്ത നിന്റെ വസ്ത്രം, നിന്നെ വസ്ത്രം ധരിപ്പിച്ച് നിന്റെ സുജൂദിന്റെ അവയവങ്ങളിൽ പഞ്ഞി വെച്ച് ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോൾ നീ ഈ നടത്തിയ തമാശകളെല്ലാം, അതല്ലേ അള്ളാഹ് പറഞ്ഞത്, വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. അനാവശ്യ പ്രവർത്തനങ്ങളും വാക്കുകളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. ഏതായിരുന്നാലും അള്ളാഹു പറയുന്നു, തുടർന്നുകൊണ്ട് അള്ളാഹു പറയുന്ന വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം. അള്ളാഹു ഈ അടയാളങ്ങളെല്ലാം സ്വർഗം അനന്തരം കൊടുക്കുന്ന ആളുകളെ പറ്റി പറഞ്ഞിട്ട് പറയാൻ, അവർ വല്ലദീനഹും ലി അമാനാത്തിഹിം വാഹിദിഹിം റാഊൻ, കരാറുകൾ പാലിക്കുന്നവരാണ്. എന്താ റസൂലുള്ള കരാറ് പാലിച്ച് നമ്മൾ കണ്ടു അല്ലെ? ഇനി പറഞ്ഞെന്താ, ഉലായിക ഹുമുൽ വാരിസൂൻ, അവരാണ് സ്വർഗം അനന്തരം എടുക്കുന്നവർ. മരിച്ചു പോകുമ്പോൾ സ്വർഗം അനന്തരം എടുത്തുകൊണ്ട് മയ്യത്ത് കട്ടിലേക്ക് മയ്യത്ത് വെക്കപ്പെടുന്നവരവരാണ്. ഉലായിക ഹുമുൽ വാരിസൂൻ, സ്വർഗം അനന്തരം എടുക്കുന്നവർ. വാരിസ് എന്തല്ല പറയാണ്, അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ. അല്ലദീന യരിസൂനൽ ഫിർദൗസ്, അവർ ഫിർദൗസ് എന്ന സ്വർഗത്തെയാണ് അനന്തരം എടുത്തത്. സ്വർഗത്തിൽ അള്ളാഹു സൃഷ്ടിച്ച 8 സ്വർഗങ്ങളിൽ ഏറ്റവും ഉന്നതമായ സ്വർഗം ഫിർദൗസാണ്. ആ ഫിർദൗസാണ് ഈ അടയാളമുള്ള ഇത്രയും ലക്ഷണങ്ങളൊത്ത വിശ്വാസിക്ക് അള്ളാഹു നൽകുന്നത്. ആ അള്ളാഹുവിന്റെ അവർണ്ണനീയമായ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം എത്തിച്ചേരാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുതും വലുതുമായ വന്നുപോയ എല്ലാ പാപങ്ങളും അർഹമുറാഹിമിനായ റബ്ബ് അവന്റെ മഹത്തായ മഹലായ ഫഅല് കൊണ്ട് നമുക്കെല്ലാം പുറത്തു മഹപ്പായി തരുമാറാകട്ടെ. നബി എപ്പോഴും സഹാബത്തിനെ പഠിപ്പിക്കുകയും അങ്ങനെ അവരെ സ്വർഗത്തിന്റെ അവകാശികളാക്കുകയും ചെയ്യുക എന്ന് റസൂലുള്ളാഹിന്റെ ഉത്തരവാദിത്തമായിരുന്നു. അങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. അപ്പോൾ ഒരു ദിവസം ബൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മജ്ലിസിൻ യുഹദ്ദിസുൽ ഖൗം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ഒരു പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇത് ജാഅഹു അഅറാബിയുൻ, ഒരു അഅറാബി കയറി വന്നു. അഅറാബി എന്ന് പറഞ്ഞാൽ ഗ്രാമീണനായ അറബിക്കാണ് അഅറാബി അറിയാം. അറബികൾ എന്ന് പറയുമ്പോൾ ടൗണുമായി ബന്ധമുണ്ടാവും. ഇപ്പൊ നമ്മളിവിടുത്തെ ഗ്രാമപ്രദേശത്തുള്ള ആൾക്കാരും ടൗണിലുള്ള ആൾക്കാരും തമ്മിൽ എൻ്റർലി വ്യത്യാസം ഉണ്ടാവും അല്ലെ? സ്വഭാവത്തിൽ ചിലപ്പോൾ അവർ റഫായിരിക്കും, നമ്മൾ വളരെ അഭിനയത്തിന്റെ ആളുകളായിരിക്കും ടൗണിലുള്ളവർ അല്ലെ? ടൗണിലുള്ളവര് പീടികയിലൊക്കെ ആളുകൾ വന്ന എന്താ അഭിനയം അല്ലെ? സാധനം വാങ്ങാമെന്നവർക്ക് അവർക്ക് സർവത്ത് കൊടുക്ക്, ഇവർക്ക് സർവത്ത് കൊടുക്കുക അറിയും. ആ സർവത്തൊക്കെ ഇപ്പം പൈസ ഓന് ഈടാക്കും. സർവത്ത് കുടിച്ചാലോ ഓനക്കറിയാത്ത എന്തെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും വാങ്ങാണ്ട് പോകാൻ കഴിയില്ല. അപ്പൊ കുടിച്ചിറങ്ങി പോകാൻ പറ്റൂല്ലോ, ഇത് ഹോട്ടലല്ലല്ലോ. അതാണ് അവന്റെ ടെക്നിക്ക്, മനസ്സിലായി? പിന്നെ മലയാളി ഇങ്ങോട്ട് വന്നിട്ട് പണിക്കാരോട് പറയും, ഇയാൾ എന്റെ സ്വന്തം ആളാണ്, നമ്മൾ മറ്റേ സാധനം കാണിച്ചു കൊടുക്കുക, ഈ സാധനം കാണിച്ചു കൊടുക്കുന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ അമാനത്ത് ചൂഷണം ചെയ്യാം. നമ്മൾ സ്വന്തം ആളാണ്, മനസ്സിലായി? അങ്ങനെ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഞാൻ ബാക്കിയുള്ളതൊന്നും പറയുന്നില്ല. എന്തായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു അഅറാബി വന്നു. ഫഖാല, എന്നിട്ട് അദ്ദേഹം വന്നിട്ട് നബിയോട് ചോദിച്ചു, മത്തസ്സാ, എപ്പോഴാണ് നബിയെ ഈ ലോകം അവസാനിക്കുക? നമുക്ക് ഈ പറഞ്ഞ സ്വർഗവും നരകവും ഒക്കെ ലഭ്യമാകുന്ന അന്ത്യസമയം എപ്പോഴാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫമള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ക്ലാസ് തുടർന്നുകൊണ്ടേയിരുന്നു. നബി ഈ ചോദ്യം ശ്രദ്ധിക്കാത്ത വിധം
അപ്പോഴോ ഫഖാല ബഅ്ലിഖൗം, ചില സഹാബത്ത് പറഞ്ഞു, സമിഅ മാ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ചോദിച്ച് കേട്ടിട്ടുണ്ട്, എന്നാൽ ഫകരിഹ മാ ഖാല, അദ്ദേഹം ചോദിച്ചത് നബിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് നബി മറുപടി പറയാത്തത് എന്ന് സഹാബത്ത് പറഞ്ഞു. ഫഖാല ബഅ്ലുഹും, അവരിൽ ചിലർ പറഞ്ഞു, ബൽ ലം യസ്മഅ, നബി കേട്ടില്ല കേട്ടോ, നബി കേട്ടാൽ ഇങ്ങനല്ല എന്ന് പറഞ്ഞു. ഹത്താ ഇദാ ഖല ഹദീസഹു, നബിന്റെ ക്ലാസ് അവസാനിച്ചപ്പോൾ, നബി സഹാബത്തിന് കൊടുത്തുകൊണ്ടിരുന്ന ക്ലാസ് അവസാനിപ്പിച്ചപ്പോൾ നബി ചോദിച്ചു, ഖാല ഐന സായിൽ, ആ ചോദ്യകർത്താവ് എവിടെ? എപ്പോഴാണ് അന്ത്യസമയമെന്ന് ചോദിച്ച ചോദ്യകർത്താവ് എവിടെ? ഖാല, അദ്ദേഹം പറഞ്ഞു, ഹാ അന യാ റസൂലല്ലാഹ്, അന ദാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ ഞാൻ ദാ ഇവിടെ ഉണ്ട്. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് മറുപടി കൊടുത്തു. എന്താ മറുപടി അറിയോ? ഇദാ ളുയ്യത്തിൽ അമാന, അമാനത്ത് ലോകത്ത് നഷ്ടപ്പെട്ടാൽ ഫൻതളിർസ, അന്ത്യദിനം പ്രതീക്ഷിച്ചു. മനുഷ്യന്മാര് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാൾ പോലും ഇല്ലാത്ത വിധമായാൽ ലോകം അവസാനം ഉണ്ടാവും. മനസ്സിലായോ? ഇന്ന് ആരെ വിശ്വസിക്കുന്നത്? നിങ്ങൾ ആരെയും വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്കാരും വിശ്വാസമില്ല, നിങ്ങളാർക്കും വിശ്വാസമില്ല. എല്ലാവരും സംശയത്തിന്റെ കണ്ണിലൂടെയാണ് ആ മുസ്ലിങ്ങളെ പോലും നോക്കിക്കാണുന്നത്, അല്ലേ? ഒരു സാധനം വിൽക്കുകയാണെങ്കിൽ എന്താ ഭയങ്കര വർത്തമാനമാണ്. ഡ്യൂപ്ലിക്കേറ്റ് സാധനം വിൽക്കുക, ഒറിജിനലിന്റെ വില എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് സാധനം വിറ്റിട്ട് എന്താ പറയാ? മെയ്ഡ് ഇൻ ജപ്പാനാണ്. മെയ്ഡ് ഇൻ ജപ്പാനല്ല, മെയ്ഡ് ഇൻ ജപ്പാൻ. അവൻക്ക് ഓനക്ക് ജപ്പാനാണ് നമ്മളുടെ. അങ്ങനത്തെ എത്ര കച്ചവടക്കാരൻ്റെ പൈസ ഉണ്ടാക്കിയിട്ട് പുരണ്ടാക്കുന്നു, വീടുണ്ടാക്കുന്നു, കാറുണ്ടാക്കുന്നു, കുടുംബത്തിനെ പോറ്റുന്നു, അവരെ ഹോസ്പിറ്റലിൽ ബില്ലടക്കുന്നു, ഒക്കെ അമാനത്ത് നഷ്ടപ്പെട്ട മുതലാണ്. എന്താ നിങ്ങൾ പറയുന്നത്? ഈ അവസ്ഥയിലെത്തിയാൽ ഫൻതളിർസ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ലോകം അവസാനിക്കാൻ സമയമായെന്ന്. അപ്പോഴോ കാല, ആ അറാബി ചോദിച്ചു, വ കൈഫ ഇദാഅത്തുഹ, അല്ലാഹുവിന്റെ റസൂലെ എങ്ങനെയാണ് ഈ അമാനത്ത് നഷ്ടപ്പെടുന്നത്? കാല, നബി പറഞ്ഞു, അതിന്റെ ആദ്യത്തെ അടയാളം ഇദാ ഉസ്ദിൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി, അർഹതയില്ലാത്ത ആളുകൾക്ക് വലിയ വലിയ സ്ഥാനമാനങ്ങൾ കിട്ടും, മന്ത്രിമാരാവും, യാതൊരു അർഹതയും ഉണ്ടാവില്ല. മനസ്സിലായോ? പള്ളി കമ്മിറ്റിന്റെ മെയിൻ ആൾക്കാരാവും. നമ്മളെ പള്ളിയല്ല കേട്ടോ, നമ്മളെ പള്ളിയിൽ സാധുക്കളാ. ഈ പള്ളിയിൽ ഞാൻ അല്ലാ പറഞ്ഞു, നമ്മളെ പള്ളിയിൽ വല്ലാണ്ട് കളിക്കാൻ കഴിയൂല, കാരണം അത് അള്ളാന്റെ പള്ളിയാണ്. എന്നാൽ മസാജിദിൽ ഇല്ല എന്ന് പറഞ്ഞത് ഹക്ക ഈ പള്ളിക്ക്. ഇവിടെ ഭരിക്കാനൊന്നും ആരുമില്ല. ഭരിക്കാൻ ആളുണ്ടെങ്കിൽ ഇങ്ങനെ എനിക്ക് കൂത്തുപറത്താൻ കഴിയില്ല. നിങ്ങൾ ഇങ്ങനെ പറയണ്ട, അറിയില്ലേ? നിങ്ങൾ ഇത്ര സമയം പറയണ്ട, നിങ്ങൾ ഇങ്ങനെ പറയണ്ട, പല വർത്താനും വരില്ല. അതൊന്നും പറയാൻ ഇവിടെ ആരും വരില്ല. ഓൾക്കറിയാം വന്നാൽ എൻ്റെ അടുത്ത് വന്നാൽ എന്താ ഉണ്ടാകുക. അപ്പൊ എന്തായിരുന്നാലും അർഹതയില്ലാത്ത ആളുകൾക്ക് അർഹതയില്ലാത്ത സ്ഥാനമാനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എവിടെ വേണമെങ്കിൽ നോക്കിക്കോ, കച്ചവട രംഗത്ത് നോക്കിക്കോ, മെഡിക്കൽ രംഗത്ത് നോക്കിക്കോ, കുടുംബ രംഗത്ത് നോക്കിക്കോ. കുടുംബത്തിൽ ഒരർഹതയില്ലാത്ത ആളുകൾക്ക് കുടുംബനാഥനാവും. കുടുംബം നശിപ്പിക്കുന്ന ആൾക്കാണ് കുടുംബനാഥനായി മാറുക. അതാണ് കാര്യങ്ങളെല്ലാം അങ്ങനെ അർഹതയില്ലാത്തവരിൽ ഏൽപ്പിക്കപ്പെടലാണ് അമാനത്ത് നഷ്ടപ്പെടുന്നതിന്റെ ഒന്നാമത്തെ അടയാളം കേട്ടോ. അതുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ വന്നാൽ ഫൻതളിർസ, അന്ത്യദിനം അടുത്തു എന്ന് ഉറപ്പിച്ചു. എന്നിട്ട് അങ്ങനെയുള്ളൊരു കാലം വന്നാൽ മനുഷ്യന്മാരെ വർത്താനം എങ്ങനെ ഉണ്ടാകുക, അതും കൂടി റസൂലുള്ള പറഞ്ഞു. എങ്ങനെ? ഇന്ന ഫി ബനി ഫുലാനൻ റജുലൻ അമീന, ഇന്ന കുടുംബത്തിൽ ഇന്ന തറവാട്ടിൽ ഒരു സത്യസന്ധനായ ആളുണ്ട്. വേറെ ഇല്ല. ഇന്ന തറവാട്ടില് ഇന്നൊരു സ്ഥലത്ത് ഒരു വിശ്വസ്തനുണ്ട് എന്ന് പറയുന്നിടത്തെത്തും. അങ്ങനെ ആ വിശ്വസ്തനെ കാണാൻ ആളുകൾക്ക് പൂതി വരും. ആ വിശ്വസ്തനെ അവർ കാണാൻ ചെന്നാലോ, ഒമാ ഫീ ഖൽബിഹി മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിനൽ ഈമാൻ, ആ മനുഷ്യന്റെ അടുത്ത് നോക്കുമ്പോൾ അയാൾക്ക് ഒരു കടുക് മണി തൂക്കം പോലും വിശ്വാസതയില്ല. എന്നാൽ അയാളാണ് ഏറ്റവും മുന്തിയ ആൾ. അങ്ങനത്തെ ഒരു കാലം വരും. അപ്പൊ അങ്ങനെയുള്ള നമ്മളൊക്കെ അല്ലേ, നമ്മളൊക്കെ ഇപ്പൊ ഏറ്റവും വലിയ അത്യന്തന്മാരാ. എങ്ങനെ? നാട്ടിലാരും അതല്ലാത്തതുകൊണ്ട് ഒരല്പമുള്ളതുകൊണ്ട് നമ്മൾ എന്ത് പറയും? അങ്ങനല്ലേ? അതാ വിഷയം. റസൂൽ പറയാ, ലാ തഖൂമു സഅ ഹത്താ യകൂന അസ്അദു നാസി ഫി ദുനിയ ലുക്കബിനു ലുക്ക. ലാത്ത വർത്താനം എന്താ പറഞ്ഞറിയോ? ലോകം അവസാനിക്കൂല. ഹത്താ യകൂന അസ്അദു നാസ്, ജനങ്ങളിൽ ഏറ്റവും ഭാഗ്യവാൻ ആരായിരിക്കും? ലുക്കബിനു ലുക്ക, ലോകത്ത് ജീവിക്കുന്ന ഏറ്റവും വലിയ നീചന്മാർ, അവരാണ് സൗഭാഗ്യവാന്മാർ. അങ്ങനത്തെ ഒരു കാലം വരും. ലുക്ക് എന്ന് പറഞ്ഞാൽ അതാണ്. നീചന്റെ മകൻ നീചൻ, അങ്ങനെ തലമുറയായിട്ട് നീചന്മാരായ ആളുകൾ നേതൃരംഗത്തുണ്ടാവും. നിങ്ങളിങ്ങനെ
മനസ്സിനൊന്ന് വിശാലമാക്കിയാൽ ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ നിരന്തരം കാണും, ഭൂമി നിറയെ, അല്ലേ? അപ്പൊ അതുകൊണ്ട് നഷ്ടപ്പെടുത്തരുത് അമാനത്തിനെ കാത്തു സൂക്ഷിക്കുക. ഒരിക്കലും അത് നഷ്ടപ്പെടാതെ നിങ്ങൾ സൂക്ഷിച്ചാൽ മൻ ഹാഫൽ അലൈഹ കാനത് ലഹു നൂറൻ വ ബുർഹാനൻ വ നജാതൻ യൗമുൽ ഖിയാമ. നിങ്ങൾ മരണം വരെ അമാനത്തിനെ കാത്തു സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് പരലോകത്ത് സിറാത്തിൽ പോലും അള്ളാഹു വെളിച്ചം നൽകും. നരകത്തിന്റെയും സ്വർഗത്തിന്റെയും ഇടയിലുള്ള സിറാത്തില്ലേ, അതിലൂടെ കടന്നു പോകാൻ വെളിച്ചം. നാളെ നിങ്ങൾ വിശ്വാസിയാണെന്നുള്ളതിന് ഏറ്റവും വലിയ രേഖ നിങ്ങളുടെ അമാനത്തായി മാറും. അള്ളാഹു ആ നിലക്ക് അമാനത്ത് കാത്തു സൂക്ഷിക്കുന്ന അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ദാസന്മാരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. മരിക്കുമ്പോൾ അള്ളാഹു തൃപ്തിപ്പെടുന്ന മുഅ്മിനായി മരിക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. മുൻകടന്നുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു പരലോകത്തും മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ലഹിയായി മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാലിയൽ ഹാജാത്ത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.